അപകടത്തിൽപ്പെട്ട കണ്ടെയ്നറുകളിലൊന്ന് കൊല്ലം തീരത്ത് അടിഞ്ഞിരിക്കുകയാണ്. കരുനാഗപ്പള്ളി അഴീക്കലിലടിഞ്ഞ കണ്ടെയ്നർ കടൽ ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിലാണുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടറിൽ പ്രേക്ഷകർ കാണുന്നത്. തുറന്ന നിലയിലുള്ള കണ്ടെയ്നറിൽ നിലവിൽ ഒന്നുമില്ല എന്നാണ് പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. വിദഗ്ധ സംഘം പരിശോധന നടത്തുകയും ചെയ്യും. കപ്പൽ മുങ്ങിയിടത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇത് ജനവാസ മേഖലയോട് ചേർന്നുകൊണ്ടാണ് ഈ കണ്ടെയ്നർ ഇടിച്ചു നിൽക്കുന്നത്. സമീപ പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ ഇപ്പോഴും സ്ഥലത്ത് തുടരുകയാണ്. കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവരും സമീപത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തീരങ്ങളിൽ അതീവ ജാഗ്രത തന്നെയാണുള്ളത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം തീരങ്ങളിൽ നിരീക്ഷണം ശക്തമാണ്. തീരത്തടിയുന്ന വസ്തുക്കൾ തുടരുത് എന്ന നിർദ്ദേശമുണ്ട്. 112 എന്ന നമ്പറിൽ വിവരം അറിയിക്കണം. ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. എണ്ണപ്പാട് പടരുന്നതിനാണ് നിലവിൽ ആശങ്കയുള്ളത്. പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. ദിലീപ് ദേവസ്വയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ദിലീപ് കൊല്ലത്ത് നിന്ന് അല്പസമയത്തിനകം ചേരും. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദിലീപ്, എപ്പോഴാണ് കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞത്? ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. ഏത് രീതിയിലായാലും പരിശോധന നടക്കുക. ആശങ്കയുണ്ടോ പ്രദേശവാസികൾക്ക്? നിലവിൽ ആശങ്കപ്പെടേണ്ടുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ? വിനീത, ആദ്യം തന്നെ പറയട്ടെ, ഒരു ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല. കാരണം ഇത് കാലി കണ്ടെയ്നറാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ചെറിയ അഴീക്കൽ ഭാഗത്ത് 10:30 വലിയ ശബ്ദം കേട്ട്, അതായത് ഈ ഭിത്തിയിൽ, കടൽ ഭിത്തിയിൽ ഇടിക്കുന്ന ശബ്ദം കേട്ട് തൊട്ടടുത്ത വീട്ടുകാരെത്തി നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടെയ്നർ ഇവിടെ വന്ന് കിടക്കുന്ന കാര്യം കണ്ടത്. അത് അപ്പോൾ തന്നെ അവർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഉടൻ തന്നെ പോലീസിനെയും വിവരമറിയിച്ചു. ഇന്നലെ രാത്രി കലക്ടറും അതോടൊപ്പം തന്നെ കമ്മീഷണറും റവന്യൂ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകളും സ്ഥലത്തെത്തുകയും ചെയ്തു. നമുക്ക് വിവരം ലഭിച്ചത് പ്രകാരം തന്നെ ഈ ആളുകൾക്ക് നേരത്തെ തന്നെ ഒരു ബോധവൽക്കരണം ഉണ്ടായിരുന്നു, ഒരു ബോധ്യമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു ബോധ്യം നാട്ടുകാർക്കുണ്ടായിരുന്നു. നാട്ടുകാർ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ വിവരം അധികാരികളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വിവരം ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇങ്ങനെ കടലിൽ, അതായത് പ്രതികൂലമായ കാലാവസ്ഥയാണ്, കടൽ ആഞ്ഞടിക്കുന്നുണ്ട്, ഉയർന്ന തിരമാലകളാണ്, നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കണ്ടെയ്നർ വന്ന് കണ്ടു. നമ്മൾ ഈ കണ്ടെയ്നർ ആദ്യം കണ്ട വ്യക്തികളാണ്. ചേച്ചിയാണ് ആദ്യം കണ്ടത്? ഞാനും എൻ്റെ മക്കളും കൂടെ ആയിരുന്നു. ശബ്ദമായിരുന്നു പിന്നെ ഭയങ്കര, അത് കാറ്റായിരുന്നു. അപ്പോൾ ഇത് അടിച്ച് കയറുന്നതിന് ഭയങ്കര സൗണ്ടായിരുന്നു. അങ്ങനെ പേടിച്ച് നമ്മൾ ഇറങ്ങി നോക്കിയപ്പോഴേ ഇത് അറിയുന്നില്ല. പിന്നെ നമ്മൾ ഫോണിൽ TV-യിലൊക്കെ വാർത്ത കണ്ടതുകൊണ്ട് എല്ലാവരും വന്ന് അങ്ങനെ വിളിച്ച് അപ്പുറത്തെ ചേച്ചിനെ വിളിച്ച് അങ്ങോട്ട് ഇതാണെന്ന് അറിയുന്നു. അങ്ങനെ ഒരുപാട് പേടിച്ചങ്ങ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാ. നല്ല കാറ്റായിരുന്നു. അപ്പം ആരെ അറിയിച്ചു? മെമ്പറിനെ അറിയിച്ചു, പ്രസിഡന്റ്, ഞങ്ങളുടെ പ്രസിഡന്റിനെ ആയിരുന്നു അറിയിച്ചു. പഞ്ചായത്ത്. പേടിച്ചു പോയി. സൗണ്ട് കേട്ടാ എല്ലാവരും കിഴക്ക് ഓടി വരുന്നത്. നല്ല സൗണ്ടല്ലേ കിഴക്കോട്ട് ഇങ്ങനെ അടിക്കുന്ന, ഇതിന്റെ തിര വന്ന് അടിക്കുന്ന ശബ്ദത്തിന് ഭയങ്കര സൗണ്ടാണ്. ഈ വാർത്ത കണ്ടതുകൊണ്ട് ഇതാണെന്ന് പിന്നെ ഓടി വന്നവർ പറഞ്ഞു അത് വേണം കണ്ടാൽ നമുക്ക് എല്ലാവരെയും വിളിക്കുകയെല്ലാം ചെയ്യാം. അങ്ങനെയാണ് പ്രസിഡന്റിനെ വിളിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. പ്രസിഡന്റായിട്ട് പിന്നെ കളക്ടറും പോലീസുകാരൊക്കെ വന്നായിരുന്നു. എല്ലാവരും ആദ്യം പറഞ്ഞു, പക്ഷെ ഞങ്ങളെ പോയില്ലായിരുന്നു. പുറത്തോട്ടൊക്കെ മാറി 3:30 വരെ ഇരിക്കുകയാണ് ചെയ്തു. എല്ലാവരും അവർ ഉറങ്ങിയതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാഴ്ച നേരമായാലും എല്ലാവരും കിടന്ന് ഉറങ്ങാൻ ഭാവിച്ചിട്ടു. അവർക്ക് എല്ലാവർക്കും അങ്ങ് പേടിയായി. ഇതെന്താ സംഭവം എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഭയമായിരുന്നു ആൾക്കാർ. വിനീത, ആദ്യം തന്നെ വന്നപ്പോൾ ഈ കണ്ടപ്പോൾ തന്നെ അധികാരികളെല്ലാം തന്നെ ഇവിടെ നിന്ന് ആളുകളോട് മാറി താമസിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമടക്കം ഉണ്ടാകുമെന്നുള്ളൊരു ധാരണയിലാണ്. നമ്മൾ നേരത്തെ പണ്ടതുപോലെ കപ്പലിൽ നിന്ന് ഒഴുകി വന്ന രാസവസ്തുക്കളോ അല്ലെങ്കിൽ അത്തരം ഉള്ള സാധനങ്ങൾ അടിഞ്ഞ കണ്ടെയ്നർ ആയിരിക്കുമെന്നുള്ളൊരു ധാരണ ഇവിടെയുള്ളവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അധികാരികൾക്കും കളക്ടറടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു. പിന്നീടാണ് ഒന്ന് തിരമാല ഒന്ന് ശാന്തമായപ്പോഴാണ് ഇതിനൊരു വാതിൽ തുറന്നു കിടക്കുകയും അതിൻ്റെ അകത്ത് നിന്ന് ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇതോടെ ഈ തൊട്ടടുത്തുള്ള ആളുകളോട് പറഞ്ഞു, വലിയ പേടിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വലിയ ഭയക്കേണ്ട ആവശ്യങ്ങളില്ല എന്ന് പറയുകയും അതോടൊപ്പം ഇത് മനസ്സിലാക്കുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഒരു കണ്ടെയ്നറിൻ്റെ ഭാഗം, ഈ ഒഴിഞ്ഞ കാലി കണ്ടെയ്നറാണ്. അത് ഈ തിരമാലയിൽ ഒഴുകിയെത്തിയത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇതിൻ്റെ അകത്ത്
ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒഴുകിയെത്തിയത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. ഇതിലെന്തെങ്കിലും ഭാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത് ആലപ്പുഴ കടന്ന് ഈ കൊല്ലം ഭാഗത്തേക്ക് എത്തില്ല എന്നുള്ള ഒരു നിഗമനമാണ് മത്സ്യത്തൊഴിലാളികളടക്കം നമുക്ക് പറയുകയും ചെയ്യുന്നത്. അത്തരം ഭാരമുള്ളൊരു വസ്തുവിന് ഇത്ര സമയം കൊണ്ട് ഒഴുകിയെത്താൻ സാധ്യമല്ല എന്നുള്ള കാര്യങ്ങളടക്കം മത്സ്യത്തൊഴിലാളികളും നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രി മുതൽ ഈ പ്രദേശത്തുകാരുടെ ഉറക്കം കെടുത്തിയ ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാം. ഇത് അതായത് കണ്ടെയ്നറിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാം. കണ്ടെയ്നർ തുറന്നു കിടക്കുകയാണ്, അതിൻ്റെ അകത്ത് ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങളടക്കം കാണാം. അങ്ങനെയാണ് ഈ നാട്ടുകാർക്കടക്കം ഒരു ആശ്വാസമായത്. കാരണം